പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തിന്റെ സാമ്പത്തികാരോഗ്യത്തെക്കുറിച്ചുള്ള രേഖ നിയമസഭയിൽ വെച്ച വാർത്താപ്പകലാണ് കടന്നുപോകുന്നത്. സംസ്ഥാനം അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് UDF സർക്കാരിന്റെ ധവളപത്രം. കിഫ്ബി നികുതി വരുമാനം ചോർത്തിയെന്നും ധനപ്രതിസന്ധി രൂക്ഷമാക്കിയെന്നുമാണ് വിമർശനം. വായ്പകളും പലിശ നിരക്കും വൻ ബാധ്യതയുണ്ടാക്കി. പദ്ധതിയുടെ 20% കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമെന്നും വിമർശനം. വിശദമായ ഓഡിറ്റിന് ശേഷം സമഗ്ര പരിഷ്കരണത്തിനാണ് സർക്കാർ നീക്കം. എന്താ കിഫ്ബി ബജറ്റേതര എക്സ്ട്രാ ബജറ്ററി സംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ പൈസ അങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ ബാക്കി കടം മേടിക്കുക. പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലയുറ്റി വീഴും. ഈ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കണം കടം മേടിക്കുന്നതിന്. ഇവിടെ നിന്ന് പൈസ, ബജറ്റിൽ നിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവരുടെ തുക. ഇനി ഈ തുക ഇവർക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമുമില്ല കിഫ്ബിയില്. അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബജറ്റിന്റെ തലയിലേക്ക് വരും. എന്നിട്ട് അതൊരു പ്രത്യേകമായ സാമ്രാജ്യം. ധനകാര്യ വകുപ്പോട് യാതൊരു ബന്ധമില്ല. ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ വരില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല. ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വേറെ സാമ്രാജ്യം, വേറെ ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഇന്നിപ്പോ ഞങ്ങളുടെ തലയിലിരിക്കുകയാണ്. KSRTC അടക്കം 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് ധവളപത്രം പറയുന്നു. ബാധ്യത 5 വർഷം കൊണ്ട് ഇരട്ടിയിലധികം കൂടി. നഷ്ടം നികത്താൻ സ്വകാര്യവൽക്കരണത്തിനാണ് ശുപാർശ. വിവരങ്ങളുമായി ഋഷിപാലുണ്ട്. ഋഷിപാൽ, കിഫ്ബിയുടെ കുറ്റപത്രമായി മാറി ധവളപത്രം എന്നുള്ളതാണ്. എന്താണ് ധവളപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എങ്ങനെയാണ് സർക്കാർ രൂക്ഷമായ വിമർശനം ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഉന്നയിക്കുന്നത്? അരുൺകുമാർ, ഇന്ന് നിയമസഭയിൽ UDF സർക്കാർ സമർപ്പിച്ച ധവളപത്രം, ആ ധവളപത്രത്തിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിവാകുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇത് നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ വ്യക്തമാക്കിയതാണ്. പക്ഷെ ഇതെങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് ഇനി മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള VD സതീശൻ ചിന്തിക്കുന്നത്. ആ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യും. നികുതി ചോർച്ചയുണ്ട് സംസ്ഥാനത്ത് എന്ന കണ്ടെത്തലാണ് ധവളപത്രത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാരണക്കാരായി പറയുന്നത് ഒന്ന് കിഫ്ബിയാണ്. കിഫ്ബി ഏതാണ്ട് 21,000 കോടി രൂപയുടെ ബാധ്യത സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്നു. മറ്റൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 10 നഷ്ടം വരുത്തുന്ന പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടിക ഉൾപ്പെടെ ഈ ധവളപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വകാര്യവൽക്കരണത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതിൽ ഒന്നാമത് KSRTC ഉണ്ട്, അതിനൊപ്പം വാട്ടർ അതോറിറ്റിയുണ്ട്. അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് സേവന സന്നദ്ധരായ സ്ഥാപനങ്ങളെ നഷ്ടത്തിന്റെ കണക്കുകൾ ഉൾപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കിഫ്ബിക്കെതിരെയുള്ള കുറ്റപത്രമായി ധവളപത്രത്തെ വിലയിരുത്തുന്നുമുണ്ട്. കാരണം കിഫ്ബി രൂപീകരിച്ചതിൽ തന്നെ വലിയ വീഴ്ചയുണ്ട്, അതിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, കിഫ്ബി മറ്റൊരു 2 തരത്തിലുള്ള ഒരു ഭരണം സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയാണെന്ന വിമർശനമുണ്ട്. കിഫ്ബിയിൽ ഒരു നിയന്ത്രണവും സംസ്ഥാനത്തിലെ ഒരു വകുപ്പിനുമില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബിയിൽ ഒരു സമഗ്രമായ പൊളിച്ചു എഴുത്ത് സ്വാഭാവികമായി ഉണ്ടാകും. ഇതൊക്കെ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഇതിനെ കുറ്റപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഏതായാലും ഖനനത്തിലുൾപ്പെടെ, അത് ധാതു മണൽ ഖനനത്തിലുൾപ്പെടെ സ്വകാര്യവൽക്കരണം നടത്തുമെന്ന സൂചന അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുമുണ്ട്. സമാനമായി തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ലാഭത്തിലാക്കാനുള്ള ശ്രമം. ഏതായാലും ഇനി അങ്ങോട്ട് ചിന്തിക്കുന്നത് ഇനി എങ്ങനെ സംസ്ഥാനത്ത് വരുമാനം വർദ്ധിപ്പിക്കാമെന്നാണ്. അതിനുവേണ്ടിയുള്ള സമഗ്രമായ നയരൂപീകരണമാണ്, അതിനുള്ള വഴി കണ്ടെത്തലാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഓക്കെ, താങ്ക് യു. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ